പ്രിയപ്പെട്ടവരെ, ഗോവയിലെ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ, അത് പുതിയ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ്. അതിനു മുമ്പ് നമുക്ക് ആ യാത്ര പോകുന്ന വഴികൾ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി മാത്രം പകർത്തിക്കൊണ്ട് ഞാൻ യാത്ര തുടങ്ങുകയാണ്. സത്യം പറയാമല്ലോ, ഞെട്ടിപ്പോയി എയർപോർട്ട് കണ്ടിട്ട്. കാരണം ഏതോ തുറസായ സ്ഥലത്ത് എയർപോർട്ട് അതിഗംഭീരമായി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാമല്ലോ. മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇത് ഭയങ്കര ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത ഒരു എയർപോർട്ട് എന്ന് വേണം എനിക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളോടൊന്ന് പോകണം കേട്ടോ. കാഴ്ചകളോട് പോയേ പറ്റൂ. കാരണം ലക്ഷദ്വീപിൽ വരാൻ താല്പര്യമുള്ളവരിവിടെ വരേണ്ടി വരും. അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഈ എയർപോർട്ട് കണ്ടിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആ കാഴ്ചകളിലോട്ട് നമുക്കൊന്ന് മുങ്ങാങ്കുഴിയിടാം, അല്ലാതെ വേറൊന്നും പറയാനില്ല. കാണുക ആ കാഴ്ചയിലേക്ക്. चालू कब हो गए? 2 साल हो गए। नया है ये। नया एकदम बढ़िया. പ്രിയമുള്ളവരെ, ഞാനും സാറും കൂടിയായിട്ട് യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങൾ ലക്ഷദ്വീപ് പോവുകയാണ്. സാറ് ബാക്കിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ലക്ഷദ്വീപിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ അതായത് ഗോവയിലെ പുതിയ എയർപോർട്ടാണ്. മൻമോഹർ എന്ന് പറയുകയാണ് എൻ്റെ പേര്. ഇവിടെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. സാറ് ട്രോളിയിൽ കിടന്നു. സാറേ, ഗുഡ് മോർണിംഗ്. സാർ തിരക്കി. ബില്ലുണ്ട് ടാക്സിയുടെ പൈസ ഈ വന്നിട്ട് വെറും 600 രൂപയെ വാങ്ങിച്ചുള്ളൂ. ഗുഡ്. അച്ഛാ, बहुत अच्छा है, शुक्रिया. देखिएगा. ഓക്കെ ഭയ്യ. ഉണ്ടോ, ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ സാറിൻ്റെ കെയർ ഓഫിലാണ് വന്നത്. സാർ, അതാണ് ഗാഡി കൂടെ 600 രൂപയ്ക്ക് നമ്മളെ കൊണ്ടാക്കി തന്നു. അപ്പോൾ ഞാനും സാറും കൂടി ഞങ്ങൾ സാറിൻ്റെ ലഗേജ് സാർ മുകളിലേക്ക് സാർ നമ്മൾ യാത്ര ചെയ്യണം. സാറും ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ, ഞാനും ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയാണല്ലോ അല്ലേ സാറേ? സാറ് പറഞ്ഞ പോലെ തന്നെ മറ്റേ ഈ ആ ഒരു സ്റ്റൈലായിട്ടോ സാറേ. നമ്മുടെ അവിടുത്തെ പോലെ 4 കെട്ടിൻ്റെ വേറെ, ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഗോവയിലെ 4 കെട്ട് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ സാറേ? എയർപോർട്ട് നല്ല ബോധിച്ചു. ബോക്സ് വില്ല, ബോക്സ് വില്ലേജ്. ഇരിക്കാനല്ല സാർ, നല്ല പോലെ വേണ്ട നമുക്ക് പോവാം. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? പിടിക്കൊന്നും വേണ്ട. ഡിപ്പാർച്ചർ. സാറേ നല്ല നല്ല ഫിനിഷിങ്. ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് നോക്കിയപ്പോൾ കാണാം. എയർപോർട്ട് രക്ഷയില്ല. ഡീലാണ്. നമ്മൾ ലെഫ്റ്റ് കയറി
അവരിപ്പോൾ അത് ഇതെല്ലാം എടുത്ത് നോക്കും. സാറേ എന്തും ചെയ്യാം. ബാത്റൂമിൽ എന്ത് കുഴപ്പം? എയർ സക്കിയത് എടുക്കില്ലല്ലോ നമ്മളത്. ഇടയ്ക്ക് എയർ സെക്യൂരിറ്റിയിൽ എന്തൊക്കെയാണോ വേണ്ടാത്തത് ആ സാധനങ്ങളെല്ലാം ഇവിടെ അത് കലക്കിയല്ല സാറേ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കല്ലേ? ഈ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അപ്പം ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു അല്ലേ സാർ? നമ്മുടെ എല്ലാം കഴിഞ്ഞില്ലേ സാർ? എല്ലാം കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് വെറും ബോർഡിംഗ് പാസ് മാത്രമാണ്. ബോർഡിംഗ് പാസുമായിട്ട് ഞങ്ങൾ സാറൊക്കെ ചായ വാങ്ങിച്ചു തരുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ചായ ഒന്നും കിട്ടില്ല. ഇവിടെ സാറ് പറഞ്ഞ ചായ ഒന്നും കിട്ടില്ലെന്ന്. ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞ വേണ്ട ഞാൻ വിചാരിച്ചു കിട്ടില്ലായിരിക്കും. നോക്കിയപ്പോൾ കിട്ടാത്തതല്ല, സോ എക്സ്പെൻസാണ്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് അത് ചെയ്യേണ്ടത്. ഷോപ്പിംഗ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബ്രോഡ് സൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി നത്തിങ് ഈസ് ഗുഡ്. സാറ് ലോഞ്ചിൽ കോഫി നമുക്കൊന്നും ഇവിടെ പറ്റില്ല സാർ. എന്ത് സാർ? അവിടെയാണ് ലോഞ്ച്. വേണ്ട എന്ന് പറയുന്നത് സാർ ഇവിടെ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ എന്നെ അടുപ്പിക്കാതെ സാർ എന്നെ ഇങ്ങോട്ട് ഓടുകയാണ്. എന്ന് പറയോ? ഒതുക്കത്തില്ല കേട്ടോ. സാറിന് അറിയത്തില്ല ഞാൻ ഡയറ്റിംഗ് ആണെന്ന് സാറിന് അറിയാമെങ്കിലും സാറ് ഞാൻ ചിലപ്പോൾ അഥവാ കൈ വെച്ച് പോയാൽ അല്ല സാറേ. ഇനി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറിയാൽ കേട്ടോ. ഫ്ലൈറ്റിലെ യാത്രകളും വിശേഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒന്ന് കാണണം കേട്ടോ. എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റൊക്കെ ആവശ്യത്തിന് സാറേ. റെസ്റ്റോറൻറ്റിൽ തട്ടി വിടാതെ നോക്കിക്കോളൂ ഇവിടെ. ടോയ്ലറ്റ് ഞാനിനി ഫ്ലൈറ്റിൽ പോകും സാർ. യെസ് വണ്ടർ. ഓ വാ വാ ദ ഫസ്റ്റ് ഹൗസ്. ദിസ് ഈസ് ദ ഐറിഷ് ഹൗസ് സർ. ഓ വണ്ടർഫുൾ. ഓ ഇവിടെ കോഫി ചായ ഒന്നുമില്ല. കോഫി ഉണ്ടല്ലോ സാറേ. ഒരു കോഫി ചെക്കിങ് കഴിഞ്ഞ് അപ്പോൾ സാറ് വണ്ടിയിൽ ആദ്യം ഞങ്ങളാണ് ഫസ്റ്റ്. സാറ് കയറി ഞങ്ങൾ കയറാൻ പോവുകയാണ്. സാറിനെ എടുക്കാൻ വേണ്ടി സാർ എടുക്കാൻ വേണ്ടി ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല സൗണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 2 പ്ലേറ്റ് ഉണ്ട് ഇവിടെ. ഒന്ന് കൊച്ചിക്കാണോ നല്ല സമയം. ഫ്ലൈറ്റ് ഇതാണെന്ന് തോന്നുന്നു. ഫ്ലൈറ്റിൽ സാറേ ചുറ്റുന്നതല്ലേ. ഒരു കുഞ്ഞൻ ഫ്ലൈറ്റ് കേട്ടോ. അകത്ത് കയറിയപ്പോൾ തല കുനിഞ്ഞ് കയറേണ്ടിയാണ് നോക്കിയത്. അകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ചെറുതല്ലേ. ദ്വീപുകളിൽ പോകുന്ന ഫ്ലൈറ്റുകൾ എങ്ങനെയാണ്. അപ്പോൾ കയറിയ ഉടനെ വെൽക്കം ചെയ്യാൻ നമുക്ക് ആളുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്രൂപ്പിന് വെൽക്കനൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ടോക്കൺ കൊടുത്തു. ഏറ്റവും സീറ്റ് നമ്പർ 9 ആയിരുന്നു. അപ്പോൾ 9 കാണിച്ചു തരാം. എന്നോടൊപ്പം എയർ ഹോസ്റ്റസും കൂടെ ഉണ്ട്. ഉണ്ടാവും ബെസ്റ്റ് സർവീസ് തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടി. അവരുടെ നമ്മുടെ ആദ്യത്തെ മര്യാദ കയറിയപ്പോൾ തന്നെ മര്യാദയോടാണ് അവർ കയറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത് എനിക്ക്. വളരെ കുഞ്ഞു ഫ്ലൈറ്റാണ്, വളരെ ചെറുതായിട്ടോ. നമുക്കൊന്ന് കാണിച്ചു തരാം. ആ ഫ്ലൈറ്റിനാണ് ഒന്ന് കണ്ടു നോക്കി. വളരെ ചെറുതായിട്ടോ. എനിക്ക് 2 പ്രാവശ്യമാണ്. ആദ്യം എയർ ഇന്ത്യയിൽ പോയി. ഫ്ലൈ 19 കുറച്ചുകൂടി കൊള്ളാം. നല്ല പുതിയ ഫ്ലൈറ്റാണ് തോന്നുന്നു. അതുകൊണ്ട് ടേക്ക് ഓഫും മറ്റും കാണാം.
आपातकालीन स्थिति में बाहर जाने के लिए 2 द्वार विमान के पिछले भाग में और 2 द्वार आगे की ओर है। फर्श पर लगी फोटो इल्यूमिनेशन पट्टी आपको निकटतम द्वार तक पहुंचने में मदद करेगी। अधिक जानकारी के लिए सीट पॉकेट में रखी सुरक्षा निर्देश पत्र को ध्यान से पढ़े। धन्यवाद। Ladies and gentlemen, safety of a prime importance will now यदि आप पढ़ना चाहते हैं तो ऊपर लगी बत्तियों का प्रयोग कर सकते हैं। ध्यान देने के लिए धन्यवाद। Ladies and gentlemen, ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ തുടങ്ങി. ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴുള്ളൊരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇത് നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാം, ക്യാമറ പുറത്തോട്ട് കൊടുക്കുകയാണ്. ഉദയം അതിൻ്റെ കാഴ്ചയാണ്. ക്യാമറ തിരിച്ചു കളഞ്ഞു. ഇതിൻ്റെ കൂടിയൊക്കെ ഒന്ന് കാണിച്ചു കളയാന്ന് കരുതിയിട്ട് ഒരു ഓർഡർ ചെയ്തൊരു കോഫി കോഫി വളരെ കാലത്ത് ഞാൻ കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കോഫിക്ക് കയറിയിട്ട് കലക്കിയാൽ മതി. ഈ കോഫിക്ക് എത്രയെന്ന് അറിയാം? കോഫി നന്നായി വിട്ട് പോകും. ഒരു കോഫിക്ക് 150 രൂപയാണ്. കോഫിക്ക് ഈ മൂട്ടിലുള്ള കോഫിക്ക് കിട്ടിയത് 150 രൂപയ്ക്ക്. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഓർത്തോളം ഈ ഫ്ലൈറ്റിലൊക്കെ പൈസ കൊടുത്തേ പറ്റൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ടത് മെനു ഇരിക്കുന്നത്. അയ്യോ, മെനു ഉണ്ടല്ലേ. ബിരിയാണിക്കൊക്കെ 250 രൂപയുള്ളൂ. ആ കാഴ്ചയും കണ്ടുകൊണ്ട് കോഫിയും ഉണഞ്ഞുകൊണ്ട് ഞാൻ നേരെ അകത്തി കാണാം. ഇനി അടുത്ത വീഡിയോ.